ഹലോ ഗായ്സ് ഫ്ലവർ ഹലോ ഗായ്സ് നമ്മളിന്ന് പുറത്തോട്ട് പോകാൻ പോവുകയാണ് സിറ്റിയിൽ ഷോപ്പിങ്ങിന് വേണ്ടി. അമ്മ ഇറങ്ങി വരുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരു 2 വീലർ യാത്രയാണ് പ്രതീക്ഷിച്ചത്. മീൻസ് 2 വീലറിൽ പോയിട്ട് വരാമെന്നായിരുന്നു. പോകുന്ന അംഗങ്ങളുടെ എണ്ണം കൂടിയത് കാരണം നമ്മൾ കാറിൽ പോവാം. ബൈ ചാൻസ് 2 വീലറിന് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വിശേഷമായി പോകുന്ന വഴി കാണാം. ഒരു നല്ല ചുരിദാറാണ് കേട്ടോ. ഒരു ഓറഞ്ച് പ്ലസ് ഗ്രീൻ ഷെയ്ഡ് വരുന്നൊരു ചുരിദാറാണ്. നല്ല ഭംഗിയുള്ള സാധനം. ഷോളിലായിരുന്നാലും വർക്ക് വരുന്നത്. എൻ്റെ അമ്മയാണ് ഗായ്സ്. ഞാൻ പറഞ്ഞ നാത്തൂനും ചേച്ചി നമ്മള് ലുലുവിൽ പോയിക്കൊണ്ടിരിക്കും. എക്സ്ട്രാ ഞങ്ങൾ ലുലുവിൽ പോവുകയാണ്. ലുലുവിൽ പോയിട്ട് അടുത്ത വിശേഷങ്ങൾ കാണിക്കാം. നമ്മൾ വെസ്റ്റ് സൈഡിലോട്ട് വന്നേക്കുവാണ്. വെസ്റ്റ് സൈഡ് നമുക്ക് കളക്ഷനൊക്കെ ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് കാണാം. ബൈ. ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നത്. കണ്ടു കാണും നേരത്തെ. വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്കൊന്ന് സ്റ്റുഡിയോ ഒക്കെ എത്തിയപ്പോഴത്തേക്കും വീഡിയോ എടുക്കുന്ന ആ ഒരു ഇതേ മറന്ന്. കാരണം അത്രയ്ക്കും ബിസിയായി. നിറയെ തിരക്കുണ്ടായിരുന്നു കടയിൽ. വെസ്റ്റ് സൈഡിൽ എനിക്ക് വലിയ കളക്ഷൻസ് തോന്നിയില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ച് ഞാൻ എന്ത് ഡ്രസ്സ് എടുത്താലും അത് 2000 എബോ ആണ് എല്ലാം വെസ്റ്റ് സൈഡിൽ. 500 ഉണ്ട്. നമ്മൾ നോക്കുന്നതെല്ലാം നല്ല റേറ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി സ്റ്റുഡിയോയിലോട്ട് പോയി. സ്റ്റുഡിയോ പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. മേ ബി സ്റ്റോക്ക് വന്നതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും, എനിക്ക് അറിയില്ല. ലുലു മോളിലെ സ്റ്റുഡിയോയിലാണ് പോയത്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് 2-3 ഡ്രസ്സ്, അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് അധികം വാങ്ങിച്ചു. എന്നിട്ട് ഇറങ്ങി പിന്നെ പോത്തീസിൽ പോയി. അവിടെയും കുറേ തിരിഞ്ഞ് നടന്നു. അങ്ങനെ പോയി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടി. ഒരു ലീവ് കിട്ടി. ആ ലീവ് അങ്ങ് തീർന്നു ഗൈസ്, മൊത്തത്തിൽ തീർന്നു. ഇതാണ് ഞങ്ങളുടെ ജീവിതം. ഇനി നാളെ വീണ്ടും പോകണം. ഒരു കെട്ടി പോസ്റ്റിങ്ങിന് വെള്ളനാട് രാവിലെ. എനിക്ക് ദിവസവും യാത്രയാണ്. ഇന്ന് ഞാൻ ഒരു വൈകുന്നേരമായപ്പോൾ ആലോചിച്ച് വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു, എന്തിനാ ഇങ്ങനെ എണീറ്റ് നടന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗൈസ്, വൈൻഡപ്പിങ് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. വീട്ടിൽ വന്ന് ഇപ്പോൾ എനിക്കൊന്ന് 7 മണിയായി. 7 മണിയാവും. 7 മണിയാവുന്നു തോന്നുന്നു. നല്ല ടയേർഡായി. ഒരു ദിവസം പോയി കിട്ടി. പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മുടെ സതീശൻ സാറിനെ നമ്മൾ കണ്ടായിരുന്നു. VD സതീശൻ സാർ ലുലു മാൾ വിസിറ്റ് ചെയ്തിരുന്നെന്ന്. നമ്മൾ VD സതീശൻ സാറിനെ കണ്ട് ഞാൻ ഒരു ചെറിയൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ സ്വന്തം CM സാർ പൂക്കി സതീശൻ സാറിനെ നമ്മൾ കണ്ടായിരുന്നു. ലുലുവിൽ വെച്ച് കണ്ടു. സോ ഹാപ്പി ടു സീ ഹിം. Then what? It was nice. It was a nice day. Anyway, thank you guys. Bye. See you. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് കാണണം. ഇതെനിക്കൊന്ന് ഫസ്റ്റ് വീഡിയോ ആണ്. നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്തു. പുതിയ ഒരു ചാനൽ തുടങ്ങി നല്ലൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലുലുവിലെ പാരഗൺ എന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. സത്യം പറയാലോ, കൊള്ളത്തില്ലായിരുന്നു. സീരിയസ്ലി. സാധാരണ എനിക്കൊന്ന് അവരുടെ തന്നെ ബ്രാഞ്ചിൽ കഴക്കൂട്ടത്തുണ്ടല്ലോ, അവിടെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ലുലുവിൽ ഒട്ടും കൊള്ളത്തില്ല. ബിരിയാണി ക്വാണ്ടിറ്റി ഇല്ല, അതിൻ്റെ ടേസ്റ്റും മൊത്തത്തിൽ ഒരു കൊള്ളത്തിലായിരുന്നു. ഒരു 10ന് നമുക്കൊരു 5-4 ഒക്കെ നമുക്ക് റേറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഫുഡായിരുന്നു അവിടുത്തെ ലുലുവിൽ പാരഗണിൽ. എനിവേ, താങ്ക് യു ഗായ്സ്. ഇത് ആരൊക്കെ കാണുന്നുണ്ടോ അവർക്കൊക്കെ വളരെ നന്ദി. ഇത്തിരിയെങ്കിലും സമയമെടുത്ത് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ കാണുന്നതിന് ആരെന്ന് പോലും അറിയത്തില്ലായിരിക്കും നിങ്ങൾക്ക് നമ്മളെയൊക്കെ. അപ്പോൾ താങ്ക് യു.
എനിവേ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിട്ടില്ല എന്ന് തോന്നുന്നു. എൻ്റെ പേര് ജെനിഫർ. ഐ എം ഫ്രം ട്രിവാൻഡ്രം. താങ്ക് യു.